ഇൻഷുറൻസുകൾ എടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന ഒരു ഇൻഷുറൻസ് അത്തരത്തിലൊരു ഇൻഷുറൻസ് പോളിസി അല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നമ്മുടെ നിത്യതയിലേക്കുള്ള ജീവിതത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഞങ്ങൾ നിങ്ങളെ ഏവരെയും ഞങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാൽവറി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഹായ് മിനി, എന്താണ് വിശേഷം? ഓ, പ്രത്യേകിച്ച് അങ്ങനെ വിശേഷമൊന്നുമില്ല ലിറ്റി. നീ എന്നാ ലീവിന് വന്നത്? നീ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ ഞാൻ നിന്നെ കാണാൻ വന്നിരുന്നു. എന്നെ കണ്ടപ്പോൾ നീ മുങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവമായിട്ട് നിന്നെ ഇപ്പം എൻ്റെ അടുത്ത് എത്തിച്ചത്. ഞാനങ്ങനെ മുങ്ങിയതൊന്നും അല്ല. പിന്നെ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? ഞാനൊരു ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ വന്നതായിരുന്നു. ഓ, ഇൻഷുറൻസ് പോളിസിയോ? എനിക്കങ്ങനത്തെ ഇൻഷുറൻസ് പോളിസിയിലൊന്നും തീരെ താല്പര്യമില്ല. ഇതിനു മുൻപും ഇങ്ങനെ ഇൻഷുറൻസ് പോളിസി പരിചയപ്പെടുത്തുവാനായി കുറെ പേര് വീട്ടിൽ വന്നിരുന്നു. പക്ഷേ എനിക്കതൊന്നും കേൾക്കുന്നതിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മിനി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അതിൽ ചേരണ്ട. ഞാൻ ഈ പോളിസിയെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് പോയിക്കോളാം. എന്നാ പെട്ടെന്ന് പറഞ്ഞു. ഞാനല്ലേലും എൻ്റെ 2 ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാനായിരുന്നു. അത് നല്ലതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവരോട് കൂടി പ്ലാനിനെ കുറിച്ച് പരിചയപ്പെടുത്താമല്ലോ. മിനി, ഞാൻ ഈ പറയാൻ പോകുന്ന പോളിസി ഇഹലോകത്തിലുള്ള ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, മരണാനന്തര ജീവിതത്തിന് കൂടി വേണ്ടിയുള്ളതാണ്. ഈ ലോകത്തിന് വേണ്ടിയുള്ളത് വല്ലതും പറ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നല്ല ആഡംബരമായിട്ട് ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നീ ബൈബിൾ വായിക്കാറുണ്ടോ? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ദൈവവിശ്വാസിയാണ്, ബൈബിൾ വായിക്കാറുമുണ്ട്. പക്ഷേ നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പൊ അതങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ? മിനി, ഞാൻ ഈ പറയാൻ പോകുന്ന പോളിസി ഇഹലോകത്തിലുള്ള ജയജീവിതത്തിന് വേണ്ടി മാത്രമല്ല, മരണാനന്തര ജീവിതത്തിനും കൂടി സംരക്ഷണം നൽകുന്നതാണ്. അങ്ങനത്തെ പോളിസി ആകുമ്പോ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ. അല്ല, ഈ മണി ചെയിൻ പോലുള്ള തട്ടിപ്പ് പരിപാടിയൊന്നും അല്ലല്ലോ അല്ലേ? അല്ലല്ല. എന്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരോടും കൂടി പോളിസി ഒന്ന് പരിചയപ്പെടുത്തിയേക്കണേ. തീർച്ചയായിട്ടും. റിനി, ഇത് ഇൻഷുറൻസ് പോളിസി പരിചയപ്പെടുത്താൻ വന്ന ഏജന്റാ. പേര് ലിറ്റി. ഞാൻ മിനിയോട് സംസാരിക്കുമായിരുന്നു ഒരു ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് ഈ ലോകത്തിന്റെ താൽക്കാലികമായ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചായിരിക്കും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പോളിസി അല്ല. അതെന്തൊരു പോളിസിയാണ്? നീ ഇങ്ങനത്തെ ഒരു പോളിസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങനത്തെ പോളിസിനെ പറ്റിയൊന്നും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളത് കാർ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനത്തെ പോളിസിനെ പറ്റിയാണ്. ഇതെന്താണ് അതിലും വ്യത്യസ്തമായ മറ്റൊരു പോളിസി? ഈ പോളിസി ഇഹലോകത്തിലുള്ള ജയജീവിതത്തിന് വേണ്ടി മാത്രമല്ല, മരണാനന്തര ജീവിതത്തിനും സംരക്ഷണം നൽകുന്നതാണ്. എങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? ഈ പോളിസിക്ക് 2000-ൽ പരം വർഷങ്ങൾ പൂർത്തീകരിച്ച പാരമ്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ഉള്ള കാലം മുതൽ ഈ പോളിസി ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഇതിന് അംഗമായിരുന്നുള്ള കാര്യം വല്ലതും അറിയാമോ? അവരൊക്കെ ഇതിന് അംഗമായിരുന്നു എന്ന് നമുക്കറിയില്ല. ഇതിന് അംഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനുള്ള നേട്ടം അവർക്ക് പരലോകത്ത് വെച്ച് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ആരായിരുന്നു? ഈ കമ്പനിയുടെ ഉടമസ്ഥൻ കർത്താവ് യേശുക്രിസ്തു ആയതുകൊണ്ട് നഷ്ടം സംഭവിക്കുമെന്ന് ഒരു പേടിയുമില്ല. കൂടാതെ ദീർഘകാല കാൽവറി ഇൻഷുറൻസ് പരിരക്ഷയും ഈ പോളിസി നമുക്ക് നൽകുന്നു. ഈ പോളിസിക്ക് സെക്യൂരിറ്റി ഉണ്ടോ? അതുകൊണ്ടല്ലോ, ക്രിസ്തുവും പോളിസി ഹോൾഡേഴ്സും തമ്മിലുള്ള കരാറിലാണ് ഈ പോളിസി നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോളിസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഈ പോളിസി തികച്ചും വ്യക്തിപരമാണ്. ഇതിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് സേവനം ലഭ്യമല്ല. പ്രായഭേദമന്യേ ഈ പോളിസിയിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഭൗമികമായ ലാഭത്തോടൊപ്പം ആത്മീയമായ അനുഗ്രഹങ്ങളും ഈ പോളിസി നമുക്ക് നൽകുന്നുണ്ട്. ഇത് ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള ഒരു പദ്ധതിയാണല്ലോ. അതെ, പാപത്തിൽ നിന്നുള്ള മോചനവും ഈ പോളിസിയുടെ മാത്രം പ്രത്യേകതയാണ്. ഇതിന്റെ പ്രീമിയം ഒക്കെ എങ്ങനെയാണ് അടയ്ക്കേണ്ടത്? യാതൊരു വിധമായ പ്രീമിയവും അടയ്ക്കേണ്ടതില്ല. ഈ പോളിസി തികച്ചും സൗജന്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോളിസി ചേരാൻ വേണ്ടി ഓഫർ വല്ലതും കിട്ടുമോ? അതുകൊണ്ടല്ലോ, ഈ പോളിസി എടുക്കുമ്പോൾ പോളിസി ഹോൾഡേഴ്സിന് വിജയകരമായ ജീവിതം, നിത്യജീവൻ, നിത്യസമാധാനം, നിത്യാനന്ദം, നിത്യരാജ്യത്വം എന്നിവ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പോളിസി ചേരാൻ യോഗ്യതയുടെ ഒരു ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് യോഗ്യതകളുടെ ഒന്നും ആവശ്യമില്ല. പാരമ്പര്യത്തിന്റെയോ സാമ്പത്തികത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ഈ പോളിസിയിൽ ചേരുന്നത്. ഈ പോളിസി എത്ര വർഷത്തേക്കാണ്? ഈ പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡ് നിത്യത വരെയാണ്. കമ്പനിയുടെ ഉടമസ്ഥൻ ബഹുസമ്പന്നനായതുകൊണ്ട് നഷ്ടം സംഭവിക്കുമെന്ന് ഒരു പേടിയും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നീതി, ഭക്തി, സ്നേഹം, ക്ഷമ,
സൗമ്യത, സമാധാനം, വിശുദ്ധി, പ്രാർത്ഥന എന്നിവ നിർബന്ധമായും പിന്തുടരുന്നവരായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ ഇൻഷുറൻസ്, കെട്ടിട ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാത്തരം ഇൻഷുറൻസും ഈ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ സർവീസ് ഒക്കെ അപ്പൊ എങ്ങനെയാണ്? 24 മണിക്കൂറുള്ള കസ്റ്റമർ സർവീസും ലഭ്യമാണ്. ഈ പോളിസി എടുക്കുന്ന നിമിഷം മുതൽ പോളിസി ഹോൾഡേഴ്സിന് സ്വർഗീയ പൗരത്വവും ക്രിസ്തുവിന്റെ അംബാസഡർ എന്ന പ്രൊമോഷനും ലഭിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോളിസി ഹോൾഡേഴ്സിന് നഷ്ടം സംഭവിച്ചാലും ക്രിസ്തുവിന്റെ നാമനിമിത്തം ഉണ്ടാകുന്ന നഷ്ടത്തിന് പോളിസി ഹോൾഡേഴ്സിന് 100 മടങ്ങ് പകരം ലഭിക്കുന്നു. ഇതിൽ അംഗത്വം വാങ്ങാൻ എന്തെല്ലാം രേഖകൾ ആവശ്യമാണ്? മറ്റ് രേഖകളുടെ ഒന്നും ആവശ്യമില്ല. ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് വാഗുകൊണ്ട് ഏറ്റുപറയുകയും വിശ്വാസ സ്നാനത്തെ സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തെ പ്രാപിച്ച് ദൈവവചനത്തെ പ്രമാണിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ പോളിസിയിൽ അംഗമാകാം. നിങ്ങൾക്ക് ഈ പോളിസിയിൽ അംഗമാകാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. നിനക്കോ? എനിക്കും താല്പര്യമുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് നിത്യതയിലേക്കുള്ള ഈ ഇൻഷുറൻസ് പോളിസിയിൽ അംഗമാകാം. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പോളിസിയുടെ പരിരക്ഷയിൽ അംഗത്വമാകാത്തവർ എത്രയും വേഗം ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക. കാൽവരി ക്രൂശിൽ കർത്തനാമേശുദാൻ ചൊരിഞ്ഞ രക്തത്താൽ വീണ നൽകി. കാൽവരി ക്രൂശിൽ കർത്തനാമേശുദാൻ ചൊരിഞ്ഞ രക്തത്താൽ വീണ നൽകി. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ ഏവരും ദൈവത്തിന് സ്വന്തമാകാം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ ഏവരും ദൈവത്തിന് സ്വന്തമാകാം. ശക്തനായി യേശുക്രിസ്തു എന്നെ